ഗുഡ് ആഫ്റ്റർനൂൺ ബിയോസ്. ഇപ്പോൾ ന്യൂസ് കണ്ടു. ദുബായിൽ സിറ്റി ബാങ്ക്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, HSBC ബാങ്ക് ഖത്തറിലെ ബ്രാഞ്ച് ഷട്ട് ഡൗൺ ചെയ്തു. ദുബായിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ. ഇനി ബാങ്കിൽ നിന്ന് ദുബായ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സെൻറ്ററിലാണ് ഈ ബാങ്ക് ഉള്ളത്. സോ അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നത്. ദുബായ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സെൻറ്റർ എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ ദലാൽ സ്ട്രീറ്റ് ഇൻ ബോംബെ. അതുപോലത്തെ ഒരു ഫൈനാൻഷ്യൽ സെൻറ്ററാണ്. സോ ഒരു രാജ്യത്തിൻ്റെ ഫൈനാൻഷ്യൽ സെൻറ്റർ അവർ ഫങ്ഷനിങ് ചെയ്യാൻ വിടുന്നില്ല. അപ്പോൾ ഈ DIFCനെ കുറിച്ച് എനിക്ക് പറയാനുള്ള വെച്ചാൽ DIFC ആ ഒരു ചെറിയൊരു സ്ഥലത്ത് ഏകദേശം ഒരു 100-300 ബാങ്കുകൾ, ഇൻ്റർനാഷണൽ ബാങ്ക്സ് ഉണ്ട്. ഏകദേശം 100 കണക്കിന് ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ഏകദേശം 500-ലധികം വെൽത്ത് മാനേജ്മെൻറ്റ് ഫേംസ് അവിടെ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ഹൈലി ക്വാളിഫൈഡും ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസാണ്. മോസ്റ്റ്ലി ഫോറിൻ നാഷണൽസാണ്. സോ ഇവരൊക്കെ ഒന്നും അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടെന്നാണ് പറഞ്ഞത്. അവരോട് വീട്ടിലിരുന്ന് തൽക്കാലം വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു. സോ ഇത്രത്തോളം ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞു. സോ എന്താ ഞാൻ പറയാനുള്ളത് വെച്ചാൽ, ഇന്ന് നിങ്ങൾ നോക്കി, എവറി വൺ ക്യാൻ ബിൽഡ് എ വെബ്സൈറ്റ് ബട്ട് ദർ ഈസ് ഓൺലി വൺ ഗൂഗിൾ. എവറി വൺ ക്യാൻ സെൽ ദർ ഓൺ നീഷ് പ്രോഡക്റ്റ് ബട്ട് ദർ ഈസ് ഓൺലി വൺ ആമസോൺ. സോ ഇത് ഒരു ഇൻ്റർനെറ്റ് ഏരിയയിൽ നമ്മളൊരു ഡിസ്ട്രപ്ഷനൊക്കെ കാണുന്നത്. അതുപോലെ ഈ വാറും ഒരു ടൈപ്പിലുള്ള ഡിസ്ട്രപ്ഷനാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഈ ഡിസ്ട്രപ്ഷൻ എന്ന് വെച്ചാൽ, ഞാനിപ്പം നമ്മൾ പറയുകയെന്ന് വെച്ചാൽ, ഈ പാൻഡമിക്, 2 പാൻഡമിക്സ് ഇറ്റ് ഹാസ് കിൽ ലോട്ട് ഓഫ് പീപ്പിൾ വേൾഡ് വൈഡ്. ഈ 2 പാൻഡമിക്സും കൂടി 30% ഓഫ് ദി വേൾഡിലെ പോപ്പുലേഷനെ ഇറേസ് ചെയ്യുന്ന പറയും. സോ ഇതെല്ലാം ഒരു കറ്റാസ്ട്രോഫിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, ഈവൺ കൊറോണ പോലും ഒരു മാൻമെയ്ഡ് കറ്റാസ്ട്രോഫി എന്ന് ഇപ്പോൾ പറയുന്നത്. അത് ഏതൊരു റഷ്യൻ ലാബ്സിൽ ബയോളജിക്കൽ വെപ്പൺസ് ഉണ്ടാക്കുമ്പോൾ ഒരു ലീക്ക് വന്നതാണെന്ന് പറയുന്നത്. ഈവൺ ചൈനീസ് ഓൾസോ. ഈ ഗൾഫിലെ കറ്റാസ്ട്രോഫിയും മാൻമെയ്ഡ് കറ്റാസ്ട്രോഫിയാണ്. ഇപ്പോൾ ട്രംപ് ഉണ്ടാക്കിയൊരു മാൻമെയ്ഡ് കറ്റാസ്ട്രോഫിയാണ്. കാരണം ഇറാൻ ഒരു പ്രൊവോക്കും ചെയ്തിട്ടില്ല, ഇറാൻ ആരെ അറ്റാക്കും ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് ഓൾ ഡൺ ബൈ ഇസ്രായേൽ ആൻഡ് US. അതുപോലെ World War I നോക്കുകയെന്ന് വെച്ചാൽ, ഇറ്റ് ഹാസ് കിൽഡ് ഓൾമോസ്റ്റ് 1% ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ. World War III ഓൾമോസ്റ്റ് 3% ഓഫ് ദി പോപ്പുലേഷൻ റൈസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഒരു തരത്തിലുള്ള ഡിസ്ട്രപ്ഷൻ ലോകത്തിൽ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പം വരാൻ പോകുന്നത് അറ്റോമിക് ബോംബാണ്. അറ്റോമിക് ബോംബിന് നമ്മളെ ഭൂമുഖത്തുള്ള എല്ലാവരും ഇറേസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. സോ ഈ വാർ ഏകദേശം സെപ്റ്റംബർ വരെ പോകുന്നതാണ് പറയുന്നത്. സോ ഈ വാർ സെപ്റ്റംബർ വരെ പോകും. ആൻഡ് US president completely lost the control of the war. Now Iran is having a edge over the war എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇപ്പോൾ കണ്ട മാർക്കറ്റിൽ ഉള്ള